ഓക്കെ, അപ്പോൾ സന്തോഷ് കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. സന്തോഷേ, ഇപ്പോൾ ചില സാമുദായിക നീതി നടപ്പിലാക്കണം ഒരു പാർട്ടി, കുറേ സീറ്റുകൾ എല്ലാ മതവിഭാഗങ്ങൾക്കൊക്കെ കൊടുക്കണം, ജാതി വിഭാഗങ്ങൾക്കൊക്കെ കൊടുക്കണമെന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങേയറ്റത്തെ ഈ സാമുദായിക വിഷയം നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്നത് സന്തോഷം അംഗീകരിക്കുമോ? കാസർഗോഡുകാരനാണ് ഞാൻ, കാസർഗോഡിലെ കാര്യമാണ് ഇപ്പോൾ ഈ മന്ത്രി പറഞ്ഞത്. ഗ്രൗണ്ട് റിപ്പോർട്ട് അറിയില്ല. കാരണം ഇപ്പൊ ഇവിടെ കാസർഗോഡ് ജില്ലയിൽ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയെന്ന് പോലും മാർക്സിസ്റ്റുകാർ പോലും ബി.ജെ.പിക്കും കോൺഗ്രസിനും ചെയ്യുന്നുണ്ട്. കാരണം ഇവരുടെ ധാർഷ്ട്യമാണ്. അല്ലാതെ ഇവര് മതേതരത്വം പറഞ്ഞുകൊണ്ടല്ല അല്ലേ? ഒരു മതേതരല്ല സാറേ. ഇവിടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഇവിടെ മറ്റുള്ള ആൾക്കാരെ ധാർഷ്ട്യത്തോടെയാണ് പെരുമാറുന്നത്. അപ്പൊ എത്രയോ യുവാക്കൾ ഇപ്പം പരസ്യമായിട്ട് അവർക്ക് പിന്നെ പാർട്ടി ബി.ജെ.പിയിലേക്കോ കോൺഗ്രസിലേക്കോ പോകാനാവില്ല. കാരണം അത് അക്രമത്തിലൂടെ പോകും. നമുക്ക് ഒരു ചരട് കെട്ടിയിട്ട് കയ്യിൽ ചരട് കെട്ടി നടക്കാൻ കഴിയില്ല. ഒരു ഹനുമാന്റെ ഫോട്ടോ ബൈക്കിൽ വെച്ച് പോകാൻ പറ്റില്ല. അവനൊക്കെ പിടിക്കും. അങ്ങനത്തെ ഒരു ഗ്രാമമാണ് നമ്മളെ ഈ കാസർഗോഡ് ജില്ലയിലെ പല ഗ്രാമങ്ങളും, കണ്ണൂർ കാസർഗോഡ് ജില്ലയില്. പിന്നെ ഈ വർഗീയതയൊക്കെ പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ, ഇവര് ഈ മൂന്ന് പാർട്ടിയും കൂടെ ഒരു മുസ്ലിം മണ്ഡലത്തില് ഒരു ഹിന്ദുവിനെ കൊണ്ട് നിർത്തുവോ? മൂന്നാളും കൂടെ ഒന്നിച്ച് നിർത്തുവോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഇപ്പൊ കോൺഗ്രസ് ഹിന്ദുവിനെ നിർത്തിയാൽ അപ്പുറം CPM മുസ്ലിമിനെ നിർത്തും. കാരണം മുസ്ലിം വോട്ട് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ. അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ജാതിയും മതവും എല്ലാം മാറണമെങ്കിൽ ഇവര് മൂന്നാളും കൂടെ തീരുമാനിക്കട്ടെ, ഞങ്ങൾ മുസ്ലിം മണ്ഡലങ്ങളിൽ ഹിന്ദുവിനെ നിർത്തും, ഇല്ല ക്രിസ്ത്യനെ നിർത്തുമെന്ന്. അപ്പൊ ആർക്ക് വോട്ട് ചെയ്യും? ഏത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യും? ചെയ്യാൻ പറ്റില്ലല്ലോ. പാർട്ടി ബേസിലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോ ഇവർ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇന്ന് വി.ഡി. സതീശൻ പറഞ്ഞ പോലെ ഇവരൊക്കെ 80, 89, 90 വയസ്സുള്ള കിഴവന്മാരായി. ഇവരങ്ങ് പോകും. പിന്നെയുള്ള ഈ ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് ഈ വർഗീയത കുത്തിവെച്ചിട്ട് പോകുമ്പോണ്ടല്ലോ, നാളെ ഗോപാലകൃഷ്ണനും പിന്നെ ഇസ്മായിലും കണ്ടാ മിണ്ടൂല. അവറാനും മുഹമ്മദും കണ്ടാ മിണ്ടൂല. ഇതൊരവസ്ഥയ്ക്ക് വരും. കാരണം ചെറിയ യുവാക്കളുടെ ഇടയിലേക്ക് ഇത് വർഗീയത കുത്തി വരുമ്പോഴത്തേക്ക് അവസാനം ഇത് തമ്മിൽ തല്ലി വരും. വർഗീയത ഇവര് തന്നെയാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് ഇവര് നടത്തുന്ന വർഗീയത നാളത്തെ കേരളത്തിന്റെ അവസ്ഥ എന്താണെന്നും കൂടെ മനസ്സിലാക്കണം. ആദ്യത്തെ പ്രശ്നം കുഞ്ഞഹമ്മദ് സാർ, താങ്കളുടെ ഒരു കാര്യം, താങ്കൾ കോൺഗ്രസിനൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷത്തോടെ വാജീവാദൻ അങ്ങോട്ട് പോയി അജയ്ത്തറയിലേക്ക് പോയി നല്ല ഹാപ്പി ന്യൂസിൽ പറഞ്ഞല്ലോ. ഇന്ന് സജി ചെറിയാന്റെ കാര്യം വന്നപ്പോ അതിൽ പറയാൻ ഒന്നും ഇല്ല. എത്ര നാളായി നിങ്ങൾ ഈ വർഗീയത ചർച്ച ചെയ്യുന്നു എന്നല്ലേ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഈ സജി ചെറിയാനും മന്ത്രിയായിരിക്കാൻ യാതൊരു നേരമില്ല സാറേ. ഞാൻ പിന്നെ നമ്മളെ ഭരണഘടനയെ കുറിച്ച് ഒരു മോശമായ അഭിപ്രായം പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ ജയിലിലായിരിക്കും. ദേശീയ പതാക അപമാനിച്ചാൽ ഞാൻ ജയിലിലായിരിക്കും. ഈ മന്ത്രി എന്താ ചെയ്തത്? ഭരണഘടന അപമാനിക്കല്ലേ ഇത്? കുന്തം കൊടുക്കട്ടെ. അതിന് സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിലേറിയ മന്ത്രി ഇന്നും അതിന്റെ പേരിൽ ശമ്പളം പറ്റി വീട്ടു ചെലവ് നടത്തുന്നു ഇല്ലേ? വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് പറയുന്നത് സായിപ്പിൻ്റെ ഭാഷ മാത്രമേ വശമുള്ളത് കൊണ്ടാണോ ന്യൂസ് 18 ആയതെന്ന് എന്നോട് ചിരിക്കുന്നു. ഓക്കെ, ധാർഷ്ട്യം സന്തോഷ് പറഞ്ഞത് 100% ശരിയാണ് എന്ന് സുനിൽകുമാർ പറയുന്നു. സന്തോഷ് കുമാർ കാസർഗോഡിന് സുനിലും 100ൽ 100 മാർക്ക് കൊടുക്കുന്നു, പറഞ്ഞത് കറക്റ്റാണ്. അപ്പോൾ മറ്റൊരു സന്തോഷ വാർത്ത, നമ്മുടെ കാറ്റ് കിറ്റ് സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ പൊതുവേദി കാണുന്നു എന്ന് എന്നോട് പറയുന്നു. ഹായ് മനു, ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് എന്ന് എന്നോട് പറയുന്നു. അപ്പോൾ ഡൂയിങ് എക്സ്ട്രീംലി വെൽ. മാത്രമല്ല, ഐ എം ഹാപ്പി ടു ഹിയർ ഫ്രം പീപ്പിൾ ലൈക്ക് യു ഇൻ സിംഗപ്പൂർ. അപ്പോൾ കാറ്റ് കിറ്റ് സിംഗപ്പൂരിലിരുന്നാണ് നമ്മുടെ പൊതുവേദി കാണുന്നത്. വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. അപ്പോൾ ഷിജു പക്ഷേ ന്യൂസ് 18 നോട്ട് ഈഴവ നായർ ചാനൽ ബട്ട് റൂളിംഗ് പാർട്ടി ചാനൽ എന്നാണ്. അപ്പം നിങ്ങളെ ഈ പ്രേക്ഷകരെ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കണം, എന്നാലല്ലേ എനിക്കിത് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഒരാൾ ഇങ്ങനെ പറയുന്നു, ഒരാൾ ഞാൻ CPM വിരുദ്ധനാണെന്ന് പറയുന്നു, വേറൊരാൾ CPM അനുകൂലിയാണെന്ന് പറയുന്നു, ഈഴവനാണെന്ന് പറയുന്നു, നായരാണെന്ന് പറയുന്നു, നമ്പൂതിരിയാണെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ കൂട്ടായി ഒരു തീരുമാനം പറയണം. സജി ചെറിയാൻ പറഞ്ഞത് 100% സത്യമാണെന്ന് എന്നോട് VC തോമസ് പറയുന്നു. സജി ചെറിയാൻ സാധാരണ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് നിഷ്കളങ്കത കൊണ്ട് ഒന്നും ചിന്തിക്കാതെ ഓരോന്ന് പറയും, അതൊക്കെ ചർച്ചയാകും എന്ന് പറയുന്നു. അപ്പോൾ മുരളീധരൻ എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. ശ്രീ മുരളീധരൻ നായർ MN എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട്. എനിക്ക് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രീ മുരളീധരൻ നായർക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ എൻ്റെ നമസ്കാരം. അപ്പോൾ ശശിധരൻ പിള്ള എന്നോട് ചോദിക്കുന്നത്, തങ്കച്ചൻ പറയുന്നത് ന്യൂസ് 18 വെള്ളാപ്പള്ളിയുടെ ചാനലാണോ എന്നാണ്. ഓക്കെ, അപ്പോൾ വേറൊരാൾ എന്നോട് ചോദിക്കുന്നു, എൻ്റെ കോട്ട് ഈഴവരുടെ കോട്ടാണോ എന്നാണ്. ഏതായാലും കൊള്ളാം. ഞാൻ ഏതായാലും ഗുരുദേവൻ്റെ ഒരു വലിയ ആരാധകരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കോട്ട് ഈഴവരുടേതാണോ എന്നാണോ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ സജി പറയുന്നത് 100% ശരിയാണ്. ജിയോ പറയുന്നു കോൺഗ്രസിൻ്റെ മേയർ തിരഞ്ഞെടുത്ത സഭയാണ് എന്ന് പറയുന്നു.
അപ്പോൾ വോട്ട് ചെയ്ത ജനങ്ങളെയാണ് സജി ചെറിയാൻ അപമാനിക്കുന്നതെന്ന് ജയകുമാർ പറയുന്നു. കിട്ടുന്നത് വരെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മാത്രമേ ചില ദിവസങ്ങൾ 45 മിനിറ്റ് വരെ പൊതുവേദിയിൽ കിട്ടാൻ ട്രൈ ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം തീരുന്നതിന് മുമ്പ് പോൾ റിസൾട്ട് കാണുന്നു. ഈ പോൾ എവിടെയാണ് നടക്കുന്നതെന്നാണ് എന്നോട് പിന്നെ ഒരു ക്രിസ് ചോദിക്കുന്നത്. അത് നമ്മുടെ സൈറ്റിൽ പോസ്റ്റുകളിൽ പോൾ എന്ന സ്ഥലത്ത് പോൾ വയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഓപ്പണായിട്ട് കാണാം. അതിൽ ഞാൻ കള്ളത്തരം ഒന്നും പറയുന്നില്ല. ചിലപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടായിരിക്കും പോളൊക്കെ വരുന്നത്. അങ്ങനെ വരുന്നുണ്ട്. ശ്രീദേവിക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നു. നമ്മൾ പരമാവധി ആളുകളെ ഇനി ഞാൻ പുതിയ ആളുകൾക്ക് വിളിക്കാൻ ഒരു വഴി ഉണ്ടാക്കണം, നോക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ശ്രീനിവാസൻ തിരുവനന്തപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീനിവാസൻ, തിരുവനന്തപുരത്ത് പണ്ട് തന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, നായർ സമുദായത്തിന് വലിയ പ്രാതിനിധ്യം അല്ലെങ്കിൽ അംഗീകാരം കിട്ടും തെരഞ്ഞെടുപ്പിൽ നിന്ന്. അങ്ങനെ ഉണ്ടോ? അതോ അത് ജനങ്ങൾ സാധാരണഗതിയിൽ വോട്ട് ചെയ്യുന്നൊരു സ്ഥലമാണോ? ഇവിടെ തിരുവനന്തപുരത്ത് അങ്ങനെയൊന്നുമില്ല. സാധാരണ രീതിയിലുള്ള ജാതി പറഞ്ഞ അങ്ങനെയൊന്നും ആരും ഇവിടെ വോട്ട് ചെയ്യുന്നില്ല. ഒരു മുസ്ലിം നിന്നാലും യഥാർത്ഥ രാഷ്ട്രീയം നോക്കിയ ആളുകൾ അയാളെ ജയിപ്പിക്കും. ക്രിസ്ത്യാനി നിന്നാലും ജയിപ്പിക്കും, ഹിന്ദു നിന്നാലും ജയിപ്പിക്കും. ആൾക്കാർ അങ്ങനെ ചെയ്തില്ല. പക്ഷെ ഈ സജി ചെറിയന്റെ അവസാനത്തെ ഇത് ആണി അടിക്കില്ല. ഇനി 3 മാസം കഴിഞ്ഞാൽ വീട്ടിൽ പോയിരിക്കേണ്ടി വരും. ചെങ്ങന്നൂരൊക്കെ 8 നിലയിൽ പൊട്ടിക്കൊണ്ടിരിക്കും ഇയാൾ കുന്തം കൊടച്ചക്രം എന്നൊക്കെ പറഞ്ഞ അന്ന് രാജിവെക്കേണ്ടതാണ്. മനസ്സിലായിട്ടില്ല. ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്ന പിണറായി വിജയനൊക്കെ നാണാവില്ലേ? വെല്ലാപ്പള്ളി, AK ബാലൻ, ഇവരൊക്കെ വർഗീയത പറഞ്ഞിട്ട് കോൺഗ്രസിന്റെ മേറ്റി കുതിര കയറാൻ വരുന്ന ഈ എന്താണ് VD സതീശനെ തൊടാൻ പറ്റില്ല. ഈ വെള്ളപ്പള്ളിക്ക് ധൈര്യമുണ്ടെങ്കിൽ പിറവത്ത് വന്നു നിൽക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു വെല്ലാപ്പള്ളിനെ. തെരഞ്ഞെടുപ്പിൽ VD സതീശനോട് മുട്ടാൻ ധൈര്യമുണ്ടോ? ഒരു വർഗീയ പറഞ്ഞിട്ട് അവനാന്റെ സമുദായത്തിൽപ്പെട്ട ഒരൊറ്റ ആൾക്കാരും അയാൾക്ക് പിന്തുണയൊന്നുമില്ല. ഇതൊക്കെ വെറുതെ വ്യാമോഹമാണ്. VD സതീശനെ തൊടാൻ പറ്റില്ല. നോക്കിക്കോളാം നിങ്ങൾ നിയമസഭ തെരഞ്ഞെടുപ്പിൽ. വ്യക്തമാണ് അങ്ങയുടെ അഭിപ്രായം. നമ്മുടെ ആ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൽ മറുപടി പറയുന്നില്ല. നിഷോ ചാക്കോ എന്നോട് ചോദിക്കുന്നത് ന്യൂസ് 8 ജോലി കിട്ടാൻ എന്താ ചെയ്യുന്നത്? ബയോഡാറ്റ വെച്ച് അപേക്ഷിക്കുക എന്നേ ഉള്ളൂ. ഞാൻ അതിൻ്റെ അത്ര കൃത്യത എനിക്കറിയില്ല. ബയോഡാറ്റ വെച്ച് അപേക്ഷിക്കുക എന്നുള്ളതാണ് കേട്ടോ HR-ലേക്ക്. പിന്നെ കിറ്റ്കാറ്റ് എനിക്ക് താങ്ക് യു എന്നൊക്കെ പറയണം. താങ്ക് യു കിറ്റ്കാറ്റ്. അപ്പോൾ ശ്രീധരൻ പിള്ള, അപ്പോൾ അതിനിടയിൽ നമ്മുടെ രാജൻ കൊല്ലത്തെ കാണാനില്ലല്ലോ എന്ന് എന്നോട് ക്രിസ് ചോദിക്കുന്നു. എന്തിനാണ് രാജനെ തിരിയുന്നത്? കോൺഗ്രസ്സുകാർ ചീത്ത പറയുന്നത് കേൾക്കാനാണോ എന്ന് ശ്രീധരൻ പിള്ള ചോദിക്കും. അപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ പ്ലേസിംഗ് കാൻഡിഡേറ്റ് അക്കോർഡിംഗ് ടു മെജോറിറ്റി. വൺസ് ഐ ട്രൈഡ് കോളിംഗ് ഫോർ 45 minutes ഡിഡ് നോട്ട് ഗെറ്റ് കണക്റ്റഡ് എന്ന് ഷിജു പറയുന്നു. ഇത് രാജു കൊല്ലമാണോ രാജൻ കൊല്ലമാണോ? ഹലോ, രാജീവാണ്. രാജു എന്നാ. പക്ഷെ ഞാൻ വിചാരിച്ചു രാജനാണോ? നല്ല രാജീവാണ്. ഓക്കെ സാറേ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളിപ്പോ ഈ കേരളത്തിലെ ചാനലുകളും ഒരുമാതിരിപ്പെട്ടവരെല്ലാം പറയും BJP, RSS വർഗീയ പാർട്ടി. ഇവരൊന്നും ഒരു കുഴപ്പമില്ല. ഈ കോൺഗ്രസും ഈ CPM-ആണ് ഏറ്റവും കൂടുതൽ ഈ വർഗീയ പാർട്ടി. അവര് അത് ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. നമുക്കിപ്പം ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയില്ല. നമുക്ക് ഇത്തിരി മുസ്ലിം സഹോദരങ്ങൾ ഈ കേരളത്തിൽ കൂടുതലുണ്ട്, കുറെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.